ഹലോ ഡിയർ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. മധ്യവേനൽ അവധി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാബിറ്റ് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലും നല്ല ബെസ്റ്റ് ടൈം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഏതൊരു ഹാബിറ്റ് ആണെങ്കിലും അഭിരുചികളാണെങ്കിലും വരയ്ക്കുന്നതായിക്കോട്ടെ, എഴുതുന്നതായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അങ്ങനത്തെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു 10 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് എന്ന് തിരിച്ചറിയുന്ന ഒരു പ്രായമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ്റെ ടൈമിൽ നമുക്ക് ഒരു റീഡിങ് ഹാബിറ്റ് ഒന്ന് തുടങ്ങി കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു താല്പര്യം ജനിപ്പിക്കുകയാണെങ്കിൽ മുന്നോട്ടേക്ക് അവരത് കൂടെ കൊണ്ട് നടക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും അതിനുവേണ്ടി നമുക്ക് പാരൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും പിന്നെ ബാലസാഹിത്യങ്ങൾ ഏതൊക്കെയാണ് നല്ലതെന്നും ഒക്കെ പരിചയപ്പെടുത്തി തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഈ 2 മാസം നമ്മളൊക്കെ പണ്ട് ചിലവഴിച്ച പോലെ പറമ്പിലും പാടത്തും വേർത്തൊലിച്ചും കളിച്ചും മുട്ടുപൊട്ടിയും നടക്കുന്ന ഒരു സമയമല്ല ഇപ്പോൾ കുട്ടികൾക്ക് കാർട്ടൂൺസ് അവൈലബിൾ ആണ്. ഫോണിലാണെങ്കിലും സ്വന്തമായിട്ട് ടാബ് വരെയുള്ള കുട്ടികളാണ്. ഈ 2 മാസം സത്യം പറഞ്ഞാൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുസ്തകങ്ങളോട് ഒരു ഇഷ്ടവും അതേപോലെ വായിക്കാനും പുസ്തകങ്ങൾ കണ്ടുപിടിച്ച് വായിക്കാനും കഥകളോടും കഥാപാത്രങ്ങളോടും എഴുത്തുകാരോടും ഒക്കെയുള്ള ഒരു പരിചയവും സ്നേഹവും ആ ഒരു ഇഷ്ടവും ഒക്കെ വർദ്ധിക്കാനും ഈ 2 മാസം വളരെ ഉപകാരപ്പെടും കേട്ടോ. നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു ടൈം ഫിക്സ് ചെയ്യാം. ആ ഒരു ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാം. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാളം അക്ഷരങ്ങൾ അധികം വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നുണ്ടാവില്ല. കാരണം മീഡിയം വേറെയാണ് അവർ പഠിക്കുന്നത്. ഈ 2 മാസം അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാം, വായിക്കാൻ പഠിപ്പിക്കാം, എഴുതാൻ പഠിപ്പിക്കാം. അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആദ്യത്തെ ഒരു 2-3 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മാസം നമുക്ക് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് അവർക്ക് കഥകൾ വായിച്ചു കൊടുക്കാം. അപ്പം ഏറ്റവും ആദ്യം നമുക്കതിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് നമ്മുടെ ബാലസാഹിത്യ കൃതികൾ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ, ബാലരമ, ബാലഭൂമി, ബാലമംഗളം, കളിക്കുടുക്ക, അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കേട്ടോ. ഓരോ ന്യൂ ബോൺ മദേഴ്സിനോട് എൻ്റെ അമ്മ ഇപ്പോഴും പറയാറുണ്ട്, എൻ്റെ അനിയത്തി വായിക്കാൻ പഠിച്ചത് കളിക്കുടുക്കയിലെ അക്ഷരങ്ങൾ, വലിയ അക്ഷരങ്ങളാണല്ലോ, അതിങ്ങനെ പെറുക്കി പെറുക്കി എടുത്ത് വായിച്ചിട്ടാണ് എൻ്റെ അനിയത്തി വായിക്കാൻ പഠിച്ചതെന്ന് എൻ്റെ അമ്മ ഇപ്പോഴും പറയാറുണ്ട്. അത് വളരെ സത്യമാണ് കേട്ടോ. കാരണം കളിക്കുടുക്കയിലെ അക്ഷരങ്ങളും കളിക്കുടുക്കയിലെ ചിത്രങ്ങളായിക്കോട്ടെ അട്രാക്റ്റീവാണ് അവരതിൽ ചെയ്തേക്കുന്നത്. കുട്ടികൾക്ക് വളരെയധികം കൗതുകം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചിത്രങ്ങൾ കാണുമ്പോൾ ഇതിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നത് എന്നറിയാനുള്ളൊരു കൗതുകം വരും. സ്വാഭാവികമായിട്ടും അവർ നമ്മളുടെ അടുത്ത് വരും, വായിച്ചു തരുമോ എന്ന് ചോദിക്കും. നമ്മൾ തിരക്കാവുമ്പോൾ പതുക്കെ അവർ പഠിച്ച അക്ഷരങ്ങളിൽ നിന്ന് അവർ കൂട്ടി വായിക്കാൻ ശ്രമിക്കും. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ആദ്യത്തെ കുറച്ച് നാൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് കഥകൾ വായിച്ചു കൊടുക്കാം. പതുക്കെ അക്ഷരങ്ങൾ പഠിച്ചിട്ട് അവർക്ക് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെ പരിചയപ്പെടുത്തി അവർക്ക് വായിക്കാൻ പറ്റുന്ന ഈ 2 മാസം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് പരിചയപ്പെടുത്താവുന്ന എൻ്റെ ഒപ്പീനിയനിലുള്ള 2 പുസ്തകങ്ങളാണ്. 1 മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്ന് പറയുന്ന പുസ്തകം. 2 നന്ദനാർ എന്ന തൂലിക നാമത്തിലുള്ള എഴുത്തുകാരൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന് പറയുന്ന പുസ്തകം കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ ലോകം നമ്മളൊക്കെ ചെറുപ്പത്തിൽ മലയാളം സെക്കൻഡിൽ പഠിച്ചിട്ടുള്ള പുസ്തകമാണ്. ഉണ്ണിക്കുട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോവലും കഥയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് നെറേറ്റീവാണ് അതിൽ പോയിരിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ലോകമുണ്ട്. ഉണ്ണിക്കുട്ടൻ മഴ പെയ്യുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം പുസ്തകങ്ങൾ, ഉണ്ണിക്കുട്ടൻ്റെ വേർഷനിൽ പറമ്പിൽ മഴ പെയ്യുന്നത്, ഉണ്ണിക്കുട്ടൻ്റെ അച്ഛമ്മ മുത്തശ്ശി സ്കൂളിൽ പോകുന്നത്, സ്കൂളിലെ കാഴ്ചകൾ, ക്ലാസ്സിലെ കാര്യങ്ങൾ, ഇത് വായിക്കുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളതിങ്ങനെ ഇമാജിൻ ചെയ്ത് പോകുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ കൂടെ തന്നെ നമ്മളും ഈ പറയുന്ന സ്ഥലത്തേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അത് ആ എഴുത്തിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വായിക്കുന്ന ഒരാൾക്ക് അത് സങ്കല്പിക്കാൻ കഴിയുക, അതിനോട് കൂടി തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആ ഒരു എഴുത്തിൻ്റെ പവർ തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ശ്രദ്ധ വർദ്ധിക്കും. അവർക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. സ്കൂളിൽ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്, പ്രകൃതിയെ പരിചയപ്പെടാം, ഇമാജിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ വലിയ കാര്യം. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും നമ്മുടെ സമീപത്തുള്ള ബുക്ക് സ്റ്റോറിൽ നമുക്ക് ലഭിക്കും. മാതൃഭൂമിയോ DC യോ HNC യോ അങ്ങനത്തെ പബ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ്. ഈ പുസ്തകങ്ങൾ നമുക്ക് പതുക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. നേരത്തെ പറഞ്ഞ 2 പുസ്തകങ്ങളുടെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു പുസ്തകം കൂടിയുണ്ട്, ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്. നമ്മളെല്ലാവരും 10ാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡിൽ പഠിച്ച പുസ്തകമാണ്. ആ ഒരു ചെറിയ പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു പുസ്തകമാണ്. ഒരുപാട് ചിരിക്കാനും ഒരുപാട് ചിന്തിക്കാനും, പിന്നെ മൃഗങ്ങൾ, ആട്, അത് കറക്കുന്ന രീതി, തമാശ രൂപേണ ഒക്കെ അതിൽ ഒരുപാട് കാര്യങ്ങൾ, മരങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് വായിച്ചു കൊടുക്കുന്നത്, എന്തായാലും കുട്ടികൾ വായിക്കില്ല, നമ്മൾ വായിച്ചു കൊടുക്കാം. ഇത്
കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഇമാജിനറി വേൾഡ് സഞ്ചരിക്കുന്നത് നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള ഒരു പുസ്തകമാണ് പാത്തുമ്മയുടെ ആട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് പുസ്തകങ്ങൾ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. പ്രിയ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി എഴുതുന്നതാണ്. അവരൊരു വെൽ നോൺ റൈറ്ററാണ്. അവർ ബാലസാഹിത്യം എഴുതുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് അവരുടെ. HNC-യിലായിക്കോട്ടെ, മാതൃഭൂമിയിലായിക്കോട്ടെ, DC-യിലായിക്കോട്ടെ നമുക്ക് അവൈലബിൾ ആണ്. ഏത് ബുക്ക് ഷോപ്പ് പോയാലും ബാലസാഹിത്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയ തന്നെയുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവർക്ക് വായനാശീലം പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എന്തൊരു ഹാബിറ്റ് ആണെങ്കിലും, ഹാബിറ്റ് എന്നല്ല, എന്തൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണെങ്കിലും, ഒരു കലയാണെങ്കിലും അത് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടം തോന്നാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രായം എന്ന് പറയുന്നതാണ് 10 വയസ്സ് വരെയുള്ള കുട്ടികൾ കേട്ടോ. അതായത് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. അപ്പോൾ ഈ 2 മാസത്തെ വെക്കേഷൻസ് ഒക്കെ നമുക്ക് അതിന് വളരെ കാര്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോടൊക്കെയുള്ള ഒരു സ്നേഹം കുട്ടികൾക്ക് വളരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും പുസ്തകങ്ങളായിട്ടൊരു ടച്ച് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ പാഠ്യ രീതികൾ അങ്ങനെയുള്ളതാണ്. അവർക്ക് സ്വന്തമായിട്ട് ടാബ്ലറ്റ്സ് ഉണ്ട്. അവർ അങ്ങനെയാണ് പഠിക്കുന്നത്. വിഷ്വലൈസ് ചെയ്തിട്ടാണ് എല്ലാം പഠിക്കുന്നത്, കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഓൺലൈൻ ക്ലാസ്സസ് ആയിക്കോട്ടെ. കാരണം കോവിഡിന് ശേഷം നമ്മുടെ ഒരു പാഠ്യ രീതിയിൽ വന്ന ഒരു വലിയ ചേഞ്ചാണത്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണത്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ നിവർത്തി വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവർക്ക് കണ്ടുകൊണ്ട് കഥ പറഞ്ഞു തരികയാണ്, അതിങ്ങനെ കേൾക്കുവാണ്, കാണുവാണ്. അവർ അത് വിഷ്വലൈസ് ചെയ്ത് കാണുകയാണ്. കാർട്ടൂൺ നെറ്റ്വർക്കിലും കാർട്ടൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങളോട് ഒരു ഇഷ്ടവും വായനയോടുള്ള ഒരു താല്പര്യവും എഴുത്തുകാരോടുള്ള ഒരു ഇഷ്ടവും ഒക്കെ വളരാൻ, അല്ലെങ്കിൽ അവർക്കത് ഒരു താല്പര്യം അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ ഒരു ഹാബിറ്റിൽ ഉടലെടുക്കാൻ ഈ 2 മാസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡാണ്. നമ്മൾ കുട്ടികളെ പറമ്പിലും പാടത്തും ഒക്കെ കളിക്കാൻ വിടുന്നതിനോടൊപ്പം തന്നെ അവർക്ക് കാർട്ടൂൺസും അതേപോലെ തന്നെ മാത്സ് ട്യൂഷനും ഒക്കെ ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ½ അവർ നമുക്ക് അവരെ പുസ്തകങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം കേട്ടോ. പാരൻസും അതിൽ ഒന്നും കൂടി ഇൻവോൾവ് ആവണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം പാരൻസ് ഈ പുസ്തകങ്ങളെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, വായനയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടാലേ കുട്ടികൾക്ക് ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇത് ഇവർ പറയുന്നത് കുറച്ച് കാര്യമുണ്ട്, അപ്പോൾ ഞാനും പുസ്തകങ്ങളെ പരിചയപ്പെടണം എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ വായിക്കാൻ വേണ്ടി പിടിച്ചിരുത്തുന്ന ടൈമിൽ അവർക്ക് വായനയുടെ ഇമ്പോർട്ടൻസും കൂടി പറഞ്ഞു കൊടുക്കാം. കാരണം ഇവർക്ക് അറിയില്ല, അവർ ഉൾപ്പെട്ട ഒരു തലമുറ ഒരിക്കലും അങ്ങനെയല്ല. സോ എന്തിനാണ് വായിക്കേണ്ടത്, വായിക്കുന്നതിൻ്റെ ഗുണങ്ങൾ, നമ്മൾക്ക് കുറച്ചും കൂടി അറ്റൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ പുസ്തകവും പേജും അതിൽ അക്ഷരങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ അറിവ് വർദ്ധിക്കും. നമുക്കറിയാത്ത മറ്റു പല കാര്യങ്ങളും പരിചയപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ് പുസ്തകങ്ങൾ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് വായനയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഡെയിലി അവരെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പുസ്തകങ്ങളുടെ മുമ്പിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുക. അപ്പോൾ ഈ 2 മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ സ്കൂളിലേക്ക് പോകും. സ്കൂളിലെ ലൈബ്രറി അവേഴ്സ് അവർ യൂട്ടിലൈസ് ചെയ്യും, പുസ്തകങ്ങളെ പരിചയപ്പെടുത്തും, അറിയാത്ത പുസ്തകങ്ങൾ വാങ്ങി തരാൻ പറയും. അങ്ങനത്തെ നീഡ്സൊക്കെ അവരിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ പാതി ജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളൊരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളർന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചോളും. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് വളരെയധികം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുൾപ്പെട്ട ഒരു തലമുറ എന്ന് പറയുന്നത് ഒരിക്കലും വായിക്കുക, പുസ്തകവും അവരും തമ്മിലുള്ള ഒരു ഹാർഡ് കോപ്പി, അതായത് കോറായിട്ടുള്ള ഒരു പുസ്തകം എടുത്ത് കയ്യിൽ പിടിച്ച് പേജ് ഇങ്ങനെ മറിച്ച് മറിച്ച് വായിക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇല്ല അവർക്ക്. നമ്മളായിട്ട് തന്നെയാണ് അത് തുടങ്ങി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സഹജീവി സ്നേഹം, അതേപോലെ തന്നെ എംപതി, ഷെയറിങ്, കെയറിങ്, പിന്നെ മോറൽ സ്റ്റോറീസ് ഉള്ള അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കൂടുതലും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക 10 വയസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക്. കാരണം ഇവർ മിങ്കിളാവുന്നത് വളരെയധികം കുറവാണ്. സ്കൂളുകളിൽ മിങ്കിളാവുന്നുണ്ടെങ്കിലും പുറത്ത് വന്ന്, അല്ലെങ്കിൽ കസിൻസ് ആയിട്ടോ, നമ്മളെ പോലെ ഒരു 10-20 കസിൻസ് ഒന്നുള്ള ഫാമിലി അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളിൽ. ഒരു 4-5 കസിൻസ് ഉണ്ടാവും. പണ്ട് കാലത്തെ പോലെ ഫാമിലികൾ ഒത്തുകൂടാനുള്ള സാഹചര്യമൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. എല്ലാവർക്കും തിരക്കുകളാണ്. അപ്പോൾ കുട്ടികൾക്ക് റിലേഷൻഷിപ്പിൻ്റെ വാല്യൂസും പാരൻസും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളും അതേപോലെ തന്നെ മോറൽ സ്റ്റോറീസും പിന്നെ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ കുറച്ചും കൂടി അധികം എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്റ്റോറീസ്, ഇതിൻ്റെയൊക്കെ വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറീസ് ഉള്ള പുസ്തകങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെ ഗുണപാഠം എന്താണെന്നും കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ 6ലേക്ക് 7ലേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചും കൂടി അവർ ബേസിക് ഒന്ന് സ്റ്റാൻഡേർഡ് ആയിരിക്കും. അവരുടെ കാര്യങ്ങൾ, അവരുടെ ചിന്തകളായിക്കോട്ടെ, അവർ കടന്നു പോകുന്ന തോട്ട് പ്രോസസ് ആയിക്കോട്ടെ, അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ മുന്നോട്ടൊരു മൂവി ചൂസ് ചെയ്യുന്നതും, അവർ പുസ്തകങ്ങൾ ചൂസ് ചെയ്യുന്നതും, അവർ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്നതും, അവരേർപ്പെടുന്ന കായിക മറ്റ് വ്യവഹാരങ്ങൾ ചൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ബേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് പുസ്തകങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ
അവരുടെ സ്റ്റഡി റൂമിൽ, അവർ കിടക്കുന്ന മുറിയിൽ, അവരുടെ ബെഡ്റൂമിലൊക്കെ ഒരു കുഞ്ഞ് ലൈബ്രറി സെറ്റ് ചെയ്യാൻ നോക്കുക. കുറച്ചും കൂടിയും ഒരു അട്രാക്റ്റീവായിട്ട് ഒരു കുഞ്ഞ് ലൈബ്രറി പോലെ തന്നെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് വായനയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. ആ പുസ്തകങ്ങൾ ഒതുക്കി വെക്കുന്ന രീതി, എഴുത്തുകാരെ പരിചയപ്പെടുത്തി കൊടുക്കാം. മലയാളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ മലയാളം പുസ്തകങ്ങൾ മാത്രമല്ല ഇംഗ്ലീഷ് ആയിട്ടുള്ള എഴുത്തുകാരെ പരിചയപ്പെടുത്തി കൊടുക്കാം. ബാലസാഹിത്യ പുസ്തകങ്ങളായിക്കോട്ടെ, ഹാരി പോട്ടറിന്റെ കഥകളായിക്കോട്ടെ, അതുപോലെ തന്നെ വിവർത്തനങ്ങളുണ്ട് ഒരുപാട്, അവയായിക്കോട്ടെ, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് പതുക്കെ പുസ്തകങ്ങളോടൊക്കെ ഒരു താല്പര്യം വരും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.